തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം, പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രോഗികളുടെ ക്ഷേമത്തിനുമായി ഒരുമിക്കാം എന്ന സന്ദേശമുയർത്തി നവംബർ 14 ലോക പ്രമേഹ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം, പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രോഗികളുടെ ക്ഷേമത്തിനുമായി ഒരുമിക്കാം എന്ന സന്ദേശമുയർത്തി നവംബർ 14 ലോക പ്രമേഹ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പറയണ്ടല്ലോ, ഇന്ന് കുഞ്ഞു തൊട്ട് വലുതിന് വരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കൂടുതലും നമ്മുടെ ആഹാര ക്രമീകരണമാണ്, ആരും അതത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ നമുക്ക് പാരമ്പര്യ രോഗം എന്നൂടെ പറയാം. ഇതിന് നമ്മുടെ ഇപ്പൊ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാം. കാരണം എനിക്ക് എന്റെ അമ്മയ്ക്കുള്ളൊരു രോഗം തന്നെയായിരുന്നു, എനിക്കും വന്നിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഞാൻ അതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആഹാരം ക്രമീകരിക്കുന്നെങ്കിലും നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, മധുരം കണ്ടാൽ ഞാൻ മാറത്തില്ല. അതാണ് എന്റെ മുഖ്യ പ്രശ്നം. അങ്ങനെ ഒരു അസുഖമുണ്ട്, ഞാൻ അതിന്റെ മെഡിസിൻ കഴിക്കുന്നെങ്കിലും പായസമൊക്കെ കണ്ടാൽ മാറത്തില്ല. സാറിന്റെ പായസം വെച്ച് വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിൽ അധ്യക്ഷയായി. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. നഴ്സിംഗ് സൂപ്രണ്ടുമാരായ നിർമ്മല അഗസ്റ്റിൻ, K സുധ എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ ചടങ്ങിന് സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ സിനി ജോസഫ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് പ്രമേഹവും ഭക്ഷണക്രമവും വിഷയത്തിൽ ഡയറ്റീഷ്യൻ ജെസി ജിജോയും യോഗയും പ്രമേഹവും എന്ന വിഷയത്തെ അധികരിച്ച് V ജയറാമും ക്ലാസ് നയിച്ചു. തുടർന്ന് SH കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രമേഹ ബോധവൽക്കരണ സ്കിറ്റും ഫ്ലാഷ് മോബും നടത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.